ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ, നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്, എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇൻഡിപെൻഡൻസിന് ശേഷം ഏകദേശം 1950 മുതൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വളർച്ച വല്ലാണ്ട് അനിവാര്യമായിരുന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പം ഇന്ത്യ എക്കണോമിക്കലി വളരെ മോശം അവസ്ഥയിലായിരുന്നു. അതിനുശേഷം വന്ന എല്ലാ ഭരണാധികാരികളും ആദ്യം ചെയ്തിരുന്നത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റെബിലിറ്റി കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഒരു വലിയൊരു റോള് ഉണ്ടായിരുന്നു. അപ്പോൾ 1950 മുതലാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് കാഴ്ചവെക്കാൻ തുടങ്ങിയത്. അതിൽ മെയിനായിട്ട് സഹായിച്ചത് ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് ഡൈവേഴ്സിറ്റി, മറ്റു ഏരിയകളിലേക്കുള്ള വ്യാപനം, പിന്നെ അതുപോലെ തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 9 പോയിൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ള വീക്ക്നെസ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലാദ്യം പറയുന്നത് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ നാട്ടിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൈവരിച്ചിട്ടുണ്ട്. അതായത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് മേഖലയിൽ അതുവരെ സർക്കാരിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പല സാധനങ്ങളും പ്രൈവറ്റ് ഓർഗനൈസേഷൻസിന് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ചില സ്ഥലത്ത് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷനിൽ ചില ഏരിയകളിൽ പ്രൈവറ്റ് സെക്ടറിന് നേരിട്ട് കടന്നു വരാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വിഡ്രോവൽ ഓർ റിഡക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വിഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ റിഡക്ഷൻ നടത്താനുള്ള സ്വാതന്ത്ര്യം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട്. പക്ഷേ അത് പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിലെ ഇൻവെസ്റ്റേഴ്സിന് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നടത്തിയ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാം വഴി ഇനീഷ്യേറ്റ് ചെയ്ത പല കാര്യങ്ങളും തഴയപ്പെട്ടു. ഓക്കെ, അങ്ങനെ തഴയപ്പെട്ടപ്പോൾ എന്തായി, ഇൻവെസ്റ്റേഴ്സൊക്കെ അതിൽ നിന്ന് പിന്മാറി തുടങ്ങി. പിന്മാറുക മീൻസ് ഇൻവെസ്റ്റേഴ്സിന് അതിൽ പ്രൈവറ്റ് സെക്ടറിലെ ഇൻവെസ്റ്റേഴ്സിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു. അതാണ് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് പെൻഷൻ ഫണ്ട്സ് വിൽ ഹെൽപ്പ് ടു റിമൂവ് സം ഓഫ് ദീസ് ഡിഫിക്കൽട്ടീസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് പ്രൈവറ്റ് സെക്ടറിൽ പല കമ്പനികളും എന്തില്ല, പെൻഷനില്ല. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഗ്ലാമറസ് പോയിന്റ് എന്ന് പറയുന്നത് പെൻഷനാണ്. സർവീസ് കഴിഞ്ഞ് നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടും. അതൊന്നെങ്കിൽ എംപ്ലോയറും കൂടിയിട്ട് നടത്തുന്ന ഒരു സംരംഭമാവും, അല്ലെങ്കിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ്. പക്ഷേ അത് പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ ഒരു പെൻഷൻ ഫണ്ട് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇങ്ങനെ കിട്ടുന്ന പെൻഷൻ ഫണ്ട് എംപ്ലോയീസിന് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ അത് സാലറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്. അപ്പോൾ അത് പ്രൈവറ്റ് സെക്ടറിൽ ജീവനക്കാർക്ക് ഇൻഷുറൻസ് അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ആ പെൻഷൻ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവും. മനസ്സിലായില്ലേ? അത് രണ്ടും, ഈ പ്രൈവറ്റ് സെക്ടറിലെ ഇൻഷുറൻസ് കമ്പനികൾക്കും പെൻഷൻ ഫണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലേക്ക് കടന്നു വരും.
ഓക്കെ, അതാണ് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോർഡിനേഷനാണ്. ലാക്ക് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത് പല സ്ഥാപനങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ്റെ പോരായ്മകളാണ്. അപ്പോൾ ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പല മേഖലയിൽ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ പല മേഖലയിൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർ തമ്മിലൊന്നും എന്തില്ല, വേണ്ടത്ര ഒരു കോർഡിനേഷൻ നിലവിലില്ല. അതുകൊണ്ട് തന്നെ പല ഫണ്ടുകളും ലാപ്സായി പോകുന്നുണ്ട്, അതിന് കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ലാപ്സായി പോകുന്ന ഫണ്ടുകൾ മറ്റു പ്ലാൻ ചെയ്ത പോലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതാണ് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റിലാണ് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ഇൻ്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട്, പക്ഷേ അവർ തമ്മിൽ എന്തില്ല, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ പോസിബിൾ ആവുന്നില്ല. കാരണം പല കമ്പനികളെയും കൺട്രോൾ ചെയ്യുന്നത് ഇൻഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും, പക്ഷേ അവരെ കൺട്രോൾ ചെയ്യുന്നത് ആ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ഈ സ്ഥാപനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനങ്ങളിലുള്ള, അതായത് ആ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു പോരായ്മ ഇതിൽ ഒരു പ്രശ്നമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോംപ്ലക്സിറ്റി കൂടുതലാണ്. അതായത് മൾട്ടിപ്ലിസിറ്റി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് സ്ഥാപനങ്ങളെ ഒരു ഗവൺമെൻറ് സ്ഥാപനം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് വേണ്ടത്ര രീതിയിൽ എഫിഷ്യൻ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ലാക്ക് ഓഫ് കോർഡിനേഷൻ വരുന്നത്. ഓക്കെ, അതാണ് ലാസ്റ്റ് പറയുന്നത്. ഡ്യൂ ടു മൾട്ടിപ്ലിസിറ്റി ദർ ആർ ലാക്ക് ഓഫ് കോർഡിനേഷൻ ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം തന്നെ അതിൻ്റെ കീഴിൽ ഒരുപാട് സബ് യൂണിറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോർഡിനേഷനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് പറയുന്നത് ലാക്ക് ഓഫ് എമർജൻസ് ഓഫ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. അതായത് ലാക്ക് ഓഫ് എമർജൻസ് ഓഫ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ദ കൺവേർജൻസ് ഓഫ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് of the financial and capital market resulted in emergence of financial corporations in international trend. അതായത് പുറത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ മാർക്കറ്റുകളിൽ ഫോറിൻ ട്രെൻഡുകളുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രെൻഡിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നല്ല ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റുകളൊക്കെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ട്രെൻഡിലുള്ള കോർപ്പറേഷൻസ് അവർ നന്നായി ഒരു ഒരു പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നല്ല ട്രെൻഡ് കിട്ടുന്നുണ്ട്. ഇന്ത്യൻ റെഗുലേറ്ററി സിസ്റ്റം ഷുഡ് ഇനേബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് സച്ച് കോർപ്പറേഷൻസ്. അങ്ങനത്തെ ഇൻ്റർനാഷണൽ ലെവലിൽ അതായത് പങ്കെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കോർപ്പറേഷൻസിനെ ഇന്ത്യൻ റെഗുലേറ്ററി സിസ്റ്റം എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ആ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് എമർജൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ട്രെൻഡിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരുപാട് ഏരിയയിലേക്ക് സേവനങ്ങളെ എന്ത് ചെയ്യണം, ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്ക് വരണം, നമ്മുടെ ഇന്ത്യൻ റെഗുലേറ്ററി സിസ്റ്റത്തിന് വരണം. Necessary for Indian institutions for competing efficiently with much larger international financial sector companies. അതാണ് പറഞ്ഞത്. നമ്മളെ ഇന്ത്യൻ ഫിനാൻഷ്യൽ കമ്പനികളൊന്നും ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് നടത്തുന്ന സ്ഥാപനങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ എഫിഷ്യൻ്റ് അല്ല. അത് എഫിഷ്യൻ്റ് ആക്കണമെങ്കിൽ നമ്മളെ ഇന്ത്യൻ റെഗുലേറ്ററി സിസ്റ്റം എന്താവണം, ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്ന് വരണം. അതാണ് ലാക്ക് ഓഫ് എമർജൻസ് ഓഫ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇപ്പോൾ പല രാജ്യങ്ങളിലും, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ അവർ മറ്റു രാജ്യത്തുള്ള സ്ഥാപനങ്ങൾക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മളെ നാട്ടുകാർക്ക് തന്നെ മുഴുവനായിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പ്രശ്നം. അതാണ് നെസസറി ഫോർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കോമ്പീറ്റിംഗ് എഫിഷ്യൻ്റ്ലി വിത്ത് മച്ച് ലാർജർ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെക്ടർ കമ്പനീസ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ള ഫിനാൻഷ്യൽ കമ്പനികൾക്ക്
ഒരു എഫിഷ്യൻ്റ് പോരാ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് ആ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. നെക്സ്റ്റ് പറയുന്നത് ഡോമിനൻസ് ഓഫ് മോണോപ്പൊളീസ് ആണ്. ഡോമിനൻസ് ഓഫ് മോണോപ്പൊളീസ് എന്ന് പറയുന്നത് പല മാർക്കറ്റ് സ്ട്രക്ചറിലും ഫിനാൻഷ്യൽ സ്ട്രക്ചറിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലും നമ്മുടെ ചില എണ്ണപ്പെട്ട ഫിനാൻഷ്യൽ കമ്പനികളൊക്കെ എന്താണ് ഡോമിനൻ്റ് ആണ്. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ മോണോപ്പൊളി. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെ വേണം, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് എന്താണ് അങ്ങനത്തെ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് മിക്കവാറും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ മോണോപ്പൊളി അവകാശം കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റയർ ഇൻഷുറൻസ് ബിസിനസ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? LIC ആണ്. അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മോസ്റ്റ് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് LICയെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നില്ല, ചെറുകിട ഇൻഷുറൻസ് കമ്പനികൾക്ക് അതിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അതൊരു പോരായ്മയാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ദ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഈസ് മോണോപോളൈസ്ഡ് ബൈ UTI. നമ്മൾ പിന്നെ ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും ഒക്കെ എന്താണ് അതൊക്കെ നിയന്ത്രിക്കുന്നത് UTI എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനമാണ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അവരും ശരിക്കും എന്താണ് ഈ NSE BSE ലിസ്റ്റഡ് കമ്പനികളാണ്. അവരാണ് പക്ഷേ എന്ത് ചെയ്യുന്നത് മെജോറിറ്റി ഷെയറുകളും അവർ കയ്യിലുള്ളത് കൊണ്ടും അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എങ്ങോട്ട് പോകണം. അപ്പോൾ പുതിയതായി വരുന്ന ഒരു ഷെയർ മാർക്കറ്റ് ഇൻഡസ്ട്രിക്ക് എന്തില്ല, അതിനകത്തേക്ക് കയറി വന്നാലും പിന്നെ കുറേ കാലത്തേക്ക് പെർഫോം ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അതാണ് പിന്നെ മാർക്കറ്റ് സ്ട്രക്ചറിലെ പോരായ്മകൾ. അതാണ് ഡോമിനൻസ് ഓഫ് മോണോപ്പൊളി എന്ന് പറയുന്നത്. ദീസ് ലാർജ് സ്ട്രക്ചേഴ്സ് ഹാവ് വീക്ക്നെസ് ഇൻ റെസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി, ലാക്ക് ഓഫ് കോർഡിനേഷൻ. അതായത് ഈ സ്ഥാപനങ്ങൾക്ക് ഇനി ഡോമിനൻ്റ് ആയി തന്നെ ഇരുന്നോട്ടെ, പക്ഷേ എന്നാലും ആ സ്ഥാപനങ്ങൾ എന്തില്ല അത്രയും വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അവർക്ക് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസിയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കോർഡിനേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയോ അവർക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. അവർ ഇനിയിപ്പോൾ ഡോമിനൻ്റ് ആയി തന്നെ ഇരുന്നാലും അത് കൃത്യമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യുകയും നല്ല മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസിയൊക്കെ വെച്ച് നല്ല സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താവും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ആവും. പക്ഷേ ഇവർ കൈയടക്കി വെക്കുകയും ചെയ്യും, പക്ഷെ എന്നാലും അവർക്ക് വേണ്ടത്ര മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസിയും ഇല്ല. എന്നാലും അതും പോരാഞ്ഞിട്ട് ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഇങ്ങനെ ഈ ലാക്ക് ഓഫ് കോർഡിനേഷൻ വന്നാൽ തന്നെ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ എന്താവും ഈ പരിപാടി അവിടെ നിർത്തും. ഓക്കെ, അതാണ് ഡോമിനൻസ് ഓഫ് മോണോപ്പൊളീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാക്ക് ഓഫ് സെഗ്മെൻറ്റ് ഇൻ്റഗ്രേഷനാണ്. ലാക്ക് ഓഫ് സെഗ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആർ നോട്ട് പ്രോപ്പർലി കോർഡിനേറ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഫോർ ബെനിഫിറ്റ്സ്. അതായത് പല മേഖലയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റംസ് എന്താണ് ശരിക്ക് ഒരു കോർഡിനേഷനോ അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ അവർ മര്യാദയ്ക്ക് കോർഡിനേഷനും നടത്തുന്നില്ല, ഇൻ്റഗ്രേഷൻ അതായത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തന്നെ ചിലപ്പോൾ നല്ല ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ആ ബെനിഫിറ്റ് കിട്ടാൻ ഇവരെന്ത് ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് സെഗ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി തന്നെ നോക്കുകയാണെങ്കിൽ ഹൗസിംഗ് ലോണുകൾ, ഹൗസിംഗ് ഡെവലപ്മെൻറ്റിന് ഓർഗനൈസേഷൻസ് ഉണ്ട്, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പിന്നെ സ്മോൾ സ്കെയിൽ മീഡിയം സ്കെയിൽ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് നിന്നാൽ തന്നെ എന്താണ് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അവർ പല സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. ലൈക്ക് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് ആൻഡ് ബുള്ളിയൻ മാർക്കറ്റ്. ഈ 3 മാർക്കറ്റ് എന്താണ് നല്ല ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 സെക്ടറുകളാണ്. പക്ഷേ ഈ 3 സെക്ടറുകളും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം ഒരു ധാരണയിൽ ഒരു സഹകരണത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. ഇറ്റ് വിൽ റിട്ടാർഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫർദർ ഗ്രോത്ത്. ഇപ്പോൾ ഈ ഒരു കോർഡിനേഷനും ഇൻ്റഗ്രേഷനും ഇല്ലെങ്കിൽ തന്നെ എന്താണ് പരസ്പരം വളരാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവരുടെ ഡെവലപ്മെൻറ്റ്സൊക്കെ അവിടെ എന്താണ് സ്റ്റക്കാവുകയാണ്, മുരടിച്ച് പോവുകയാണ്. അതാണ് ലാക്ക് ഓഫ് സെഗ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ. നെക്സ്റ്റ് ഡോമിനൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. എന്താണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ വലിയൊരു സിഗ്നിഫിക്കൻറ്റ് റോള് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇപ്പോൾ SBI ഡെവലപ്മെൻറ്റ് ബാങ്കാണ്, ICICI ബാങ്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക്സാണ്. ഒക്കെ നല്ല ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഇറ്റ് ഓൾസോ ഓക്കുപ്പൈ എ ഡോമിനൻറ്റ് പ്ലേസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലും ഈ പറഞ്ഞ മാതിരി പിന്നെ വലിയൊരു സ്ഥലം കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ലിക്വിഡ് ക്യാഷ് ആയിട്ടും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സപ്പോർട്ടും ഒക്കെ പോകുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് വഴിയാണ്. ഓക്കെ,
പിന്നെ IDBI, SIDBI ഇവരൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റൽ ബാങ്ക്സ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് ഈസ് ഡൺ ത്രൂ ദീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ബൈ ദ ഗവൺമെൻറ്. സർക്കാർ എന്ത് ചെയ്യും, എന്ത് പദ്ധതികൾ ആവിഷ്കരിച്ചാലും അവർ ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക് വഴിയാണ് ഫണ്ട് കൊടുക്കുന്നതും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ സ്ട്രക്ചർ വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മൊബിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പീപ്പിളുടെ സേവിങ്സ് ഒന്നും കൃത്യമായി മൊബിലൈസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ LIC വലിയൊരു സ്ഥാപനമാണ്. പക്ഷേ LIC അത്രത്തോളം എന്തല്ല, ഒരു പ്രൈവറ്റ് സെക്ടറിലെ ചെറിയൊരു കമ്പനി മെനക്കെടുന്ന അത്ര എഫേർട്ട് പോലും LIC എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. കാരണം അവർ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ എന്താണ്, അവർക്ക് ബിസിനസ് കിട്ടണം എന്നുള്ള രീതിയിൽ നന്നായി പിന്നെ വർക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ട് അവരുടെ സേവിങ്സ് അതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ LIC ഇത്രയും വലിയ സ്ഥാപനമായിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, വേണ്ടത്ര രീതിയിൽ നമ്മുടെ നാട്ടിൽ പീപ്പിൾസിൻ്റെ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അവർ മൊബിലൈസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ദേ ആർ നോട്ട് ഏബിൾ ടു മൊബിലൈസ് ദ സേവിങ്സ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഇൻ എ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വളർച്ചയ്ക്ക് ഈ പറഞ്ഞ പീപ്പിൾസിൻ്റെ സേവിങ്സിൻ്റെ മൊബിലൈസേഷൻ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് വലിയ വലിയ കമ്പനികളായ LIC ആണെങ്കിലും മറ്റു സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ എന്താണ്, അവർ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ, അവരാണ് ആ മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, വേണ്ടത്ര എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും പബ്ലിക് സെക്ടർ ഫേംസ് ആണ് എന്ത് ചെയ്യുന്നത്, കൈയടക്കി വെച്ചിരിക്കുന്നത്. അത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും പിന്നെ മറ്റു ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും ഇനി വല്ല എന്താ പറയുക അഡ്വൈസറി കമ്മിറ്റികളാണെങ്കിലും എല്ലാം എന്താണ് പബ്ലിക് സെക്ടർ ഫേംസ് ആണ് എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത്. പബ്ലിക് സെക്ടർ ഫിനാൻസ് ഫേംസ് ഹാവ് വൈറ്റൽ റോൾ ഫോർ എൻഹാൻസിങ് എഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയെ എൻഹാൻസ് ചെയ്യാൻ മാത്രമുള്ള ഒരു വൈറ്റൽ റോൾ ആർക്കുണ്ട്, ഈ പബ്ലിക് സെക്ടർ ഫിനാൻസ് ഫേമുകൾക്ക് ഉണ്ട്. അവരാണ് ഈ പബ്ലിക് സെക്ടർ ഫിനാൻസ് ഫേം എന്ത് ചെയ്യുന്നത്, കോർപ്പറേറ്റ് കൺട്രോളുകൾക്ക്, അതായത് അതിൻ്റെ മൊത്തം കൺട്രോളുകൾക്ക് വേണ്ടി ഈ മേഖല മൊത്തം അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ദിസ് ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബോർഡ് മാനേജ്ഡ് പ്രൊഫഷണലി റൺ കമ്പനീസ്. അതായത് ഈ മേഖലകളൊക്കെ ഇവർ കൈയടക്കി വെച്ചതുകൊണ്ട് തന്നെ എന്താണ്, നല്ല പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ നല്ല ബോർഡ് മാനേജ്ഡ് നല്ലൊരു കൂട്ടായ്മ കൺട്രോൾ ചെയ്യുന്ന ബോർഡ് മാനേജ്ഡ് കമ്പനികളും അതുപോലെ തന്നെ നന്നായി പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ എന്താണ്, ഡെവലപ്മെൻറ്റ്സിന് ഈ ഡോമിനൻറ്റ് പബ്ലിക് സെക്ടർ ഫിനാൻസ് ഒരു തടസ്സമാണ്. കാരണം അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുത്തിരുന്നെങ്കിൽ ഇവർ നന്നായിട്ട് എന്ത് ചെയ്യും, ആ മേഖലയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അതാണ് ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെഗ്ലക്ട് ഫോർ സ്മോൾ ആൻഡ് ന്യൂ എൻ്റർപ്രൈസ്. നെഗ്ലക്ട് ഫോർ സ്മോൾ ആൻഡ് ന്യൂ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചെറുകിട വ്യവസായങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ ഫേംസ് ആണ്, സ്മോൾ അല്ലെങ്കിൽ മീഡിയം ലെവൽ ഫേംസ് ആണ്. അപ്പോൾ അങ്ങനത്തെ സ്മോൾ ഫേംസിനെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം നല്ല ഡെവലപ്പ് ആവും. അവരെ കൃത്യമായിട്ട് ടാക്സ് അടപ്പിക്കുകയും അവരെ ബിസിനസ് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്താൽ തന്നെ നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ പുതിയ എൻ്റർപ്രണേഴ്സ് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മുടെ രാജ്യം എക്കണോമിക്കലി സ്റ്റേബിൾ ആവണമെങ്കിൽ കൂടുതൽ എൻ്റർപ്രണേഴ്സ് ആ മേഖലയിലേക്ക് കടന്നു വരണം. ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, നല്ല വർക്കിംഗ് ഫോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, എൻ്റർപ്രണേഴ്സിനെ ഈയിടെയായിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റിന് അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആദ്യമേ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം ഡെവലപ്ഡ് ആയേനെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ വരുന്ന ചെറുകിട അല്ലെങ്കിൽ പുതിയ എൻ്റർപ്രൈസിനെ ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടത്ര രീതിയിൽ അവരെ സഹായിക്കുന്നില്ല. അങ്ങനെ ആ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ വരുമ്പോഴാണ് നമ്മളെ പോലത്തെ സാധാരണക്കാർ കൂടുതലായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി വരിക. മനസ്സിലായില്ലേ? അപ്പോൾ സർക്കാർ നമ്മളെ സഹായിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് ചെയ്യാൻ തുടങ്ങും. മറ്റേത് സർക്കാർ തന്നെ നമുക്ക് വിലങ്ങുതടിയായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തിനാണ് വെറുതെ പൊല്ലാപ്പം എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് കണ്ട് ക്ലോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ തന്നെ വേണ്ടാന്ന് നമ്മളണ്ട് വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്താ പറയുക പ്രൈവറ്റ് സെക്ടേഴ്സിൽ രാജ്യത്തിന് കിട്ടുന്ന വരുമാനം കുറയും. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതായത് ഇവർക്ക് ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ ഫണ്ട് വല്ല ക്യാപിറ്റലൊക്കെ റൈസ് ചെയ്യാൻ വേണ്ടി ലോണൊക്കെ ചോദിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അതുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെന്ത് ചെയ്യും, തിരിച്ചയക്കും. അല്ലെങ്കിൽ ഒരു 4-5 നടത്തിച്ചിട്ടേ ഫണ്ട് തരുള്ളൂ. നേരെ മറിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരു നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ
താല്പര്യമുണ്ടെന്ന് അറിയിച്ച് നമ്മളെ ഇങ്ങോട്ട് സഹായിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ ആ മേഖലയിൽ ഒരുപാട് ആൾക്കാർ എന്താവും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തയ്യാറാവും. അതാണ് ഈ പറയുന്നത്. സ്മോൾ ആൻഡ് ന്യൂ എൻ്റർപ്രൈസസ് ആർ നോട്ട് ഏബിൾ ടു റൈസ് ഫണ്ട്സ് അറ്റ് ഈസി ടേം ആൻഡ് കോസ്റ്റ്. ഇനി അഥവാ ലോൺ എടുത്താൽ തന്നെ ഒടുക്കത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ അതൊക്കെ ഒരു കൺട്രോൾഡ് മാനറിൽ നമ്മൾ ബെനിഫിറ്റിന് വേണ്ടി കുറച്ച് ലിബറലൈസേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ ആ മേഖലയിലേക്ക് എന്ത് ചെയ്യും, കടന്നു വരും. മനസ്സിലായല്ലേ? ഇറ്റ് വിൽ റിട്ടാർഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും, ബിസിനസ് വേണ്ടെന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെയാണ്. ഓക്കെ. ഈ ലാസ്റ്റ് പറയുന്നത് മാർക്കറ്റ് ഇറഗുലാരിറ്റിയാണ്. മാർക്കറ്റ് ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റി മാർക്കറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് റോൾ മോഡൽ ആൻഡ് സോഴ്സ് ഓഫ് വൈബ്രൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്യൂരിറ്റി മാർക്കറ്റ്സ് ഉണ്ട്. സെക്യൂരിറ്റി മാർക്കറ്റ്സ് ആണെന്ത് ശരിക്ക് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പിന്നെന്താ പറയുക ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതൊരു റോൾ മോഡൽ തന്നെ, അതായത് ഒരു സോഴ്സ് തന്നെയാണ്. മനസ്സിലായല്ലേ? അതായത് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി മാർക്കറ്റ് എന്താണ്? 1990-കൾ മുതൽ സ്റ്റഡി ഇറഗുലാരിറ്റി, അതായത് ഒരു കൺസിസ്റ്റൻസി ആ മാർക്കറ്റിൽ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അതൊന്ന് ഡെവലപ്മെൻറ്റ് വരുത്താൻ. അപ്പോൾ ഒരു ടീം വരും, 2-3 കൊല്ലം അതിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും, പിന്നെ ഒരു മാറി വേറെ ടീം വരും, അവർ പിന്നെ അതിനെ ശ്രദ്ധിക്കില്ല. ഇങ്ങനെ സെക്യൂരിറ്റി മാർക്കറ്റ്സിൽ 1990s മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാർക്കറ്റ് ഇറഗുലാരിറ്റി, ഒരു സ്റ്റഡി മാർക്കറ്റ് ഇറഗുലാരിറ്റി എക്സ്പീരിയൻസ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ കാര്യങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ആവും. ദർ ഇസ് എ മേജർ പ്രോഗ്രസ് ഇൻ മാർക്കറ്റ് ഡിസൈൻസ്. മാർക്കറ്റ് ഡിസൈൻസിൽ ഒരുപാട് മാറ്റം വന്നു. പിന്നെ ഓട്ടോമാറ്റിക് ഷെയർ ട്രേഡിംഗ് സിസ്റ്റങ്ങൾ വന്നു, എല്ലാം വന്നിട്ട് പക്ഷേ നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുന്നില്ല. ഓക്കെ. ബട്ട് ദർ ആർ കൺസേൺസ് അബൌട്ട് സ്പീഡ് ആൻഡ് എഫക്റ്റീവ്നെസ് വിത്ത് വിച്ച് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ആർ ഡിറ്റക്റ്റഡ് ആൻഡ് പണിഷ്ഡ്. അതായത് ഇതിങ്ങനെ ഡിസൈൻ മാറുന്നതിനനുസരിച്ച് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് പിന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം അതിന് കൂടെ തന്നെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അതായത് ഫ്രോഡ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്ത് അതിന് പണിഷ്മെൻറ്റ് നടത്തിയാൽ തന്നെ കൃത്യമായിട്ട് വരും, നല്ല എഫക്റ്റീവ്നെസ് കാണിക്കാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ്, ദർ ഷുഡ് ബി മോർ ഫോക്കസ് ഓൺ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. അതാണ് ഈ ഇറഗുലാരിറ്റി പരിഹരിച്ച് കൃത്യമായിട്ട് അതിനൊരു കൺസിസ്റ്റൻസി ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നാൽ തന്നെ ഈ സെക്യൂരിറ്റി മാർക്കറ്റിലെ ഡെവലപ്മെൻറ്റ് കാര്യമായി നടക്കും. അപ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട എവിടെയാണ്? ഈ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനാണ്. ഇത്രയാണ് വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.